ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവ ഉസ്താദിൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, അതിൻ്റെ മലയാള സംഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അസ്സലാത്ത്, നിസ്കാരമാണ് ചർച്ച ചെയ്യുന്നത്. നിസ്കാരം എന്ന അധ്യായത്തിൻ്റെ സംഗ്രഹമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഫിഖ്ഹ് 4 പാർട്ടാണുള്ളത്. 4 ഭാഗങ്ങളിലായിട്ടാണ് ഫിഖ്ഹിനെ തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഇബാദാത്ത് അഥവാ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഈ വിഭാഗത്തിലാണ് നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങി ആരാധനപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തേതാണ് മുആമലാത്ത് എന്ന് പറയും, ഇടപാടുകൾ. മനുഷ്യൻ്റെ സാമ്പത്തികമായ ഇടപാടുകൾ, കച്ചവടം, പണയം വെക്കുക, കടം കൊടുക്കുക, ഇങ്ങനെ നിത്യജീവിതത്തിൽ ഉള്ള ഇടപാടുകളെ സംബന്ധിച്ച് പറയുന്നതാണ് രണ്ടാമത്തെ വിഭാഗമായ മുആമലാത്ത്. മൂന്നാമത്തേതാണ് മുനാക്കഹാത്ത് എന്ന് പറയും, നിക്കാഹിൻ്റെ വൈവാഹിക ജീവിതം, അതിൻ്റെ ഇസ്ലാമിക മാനം A to Z ചർച്ച ചെയ്യുന്ന ഭാഗം. നാലാമത്തേത് ജിനായാത്ത് അഥവാ കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾക്കുള്ള അച്ചടക്കങ്ങൾ, അതിനുള്ള ശിക്ഷകൾ ഇത്യാദി കാര്യങ്ങളാണ് ജിനായാത്ത് എന്ന വിഭാഗത്തിൽ പെടുന്നത്. അപ്പോൾ 4 ഭാഗമാണ്: ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. അഥവാ ഇബാദാത്ത് ആരാധനപരമായ കാര്യങ്ങൾ, മുആമലാത്ത് ഇടപാടുകൾ, മുനാക്കഹാത്ത് വൈവാഹിക ജീവിതം, ജിനായാത്ത് കുറ്റകൃത്യങ്ങളുമായിട്ട് സംബന്ധിച്ച ഭാഗം. എന്നാൽ ഈ 4 ഭാഗത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ഇബാദാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യവർഗത്തെയും ഭൂതവർഗത്തെയും എനിക്ക് ആരാധന ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ആരാധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം. അപ്പോൾ ഈ ഭാഗം ഒരു മുഅ്മിനെ സംബന്ധിച്ചോളം അത് മുഴുവനും പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. എന്നാൽ മറ്റുള്ള വിഭാഗങ്ങൾ അതിൽ ഏർപ്പെടുന്ന ആളുകൾ പഠിച്ചാൽ മതി. ഉദാഹരണത്തിന് ഇടപാടുകൾ, മാലിയായ ഇപ്പോൾ കച്ചവടത്തിനെക്കുറിച്ച് കച്ചവടക്കാർ മാത്രം പഠിച്ചാൽ മതി. അതുപോലെ നിക്കാഹിൻ്റെ കാര്യങ്ങൾ നിക്കാഹ് ചെയ്യുന്നവർ പഠിക്കുക. അതുപോലെ ജിനായാത്ത്, കുറ്റകൃത്യങ്ങൾ, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പഠിച്ചാൽ മതി. പക്ഷേ ഒരു മുഅ്മിനായ ഏതാളും ഇബാദത്തുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നിർവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അഥവാ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദുആ ആണ്, പ്രാർത്ഥനയാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. എന്നാൽ അത് നമ്മൾ ശർഈയായിട്ട് നമ്മൾ നിർവചിക്കുമ്പോൾ അതിന് അർത്ഥം ഫിഖ്ഹിയായിട്ട് അതിൻ്റെ എന്താണ് നിർവചനം? അഖ്വാലും വ അഫ്ആലും മഖ്സൂസത്തും മുഫ്തതഹത്തും ബിത്തക്ബീരി മുഖ്തതമത്തും ബിത്തസ്ലീം എന്നാണ് അതിൻ്റെ നിർവചനം. എന്താണത്? അഫ്ആലും പ്രവർത്തനങ്ങളാണ്, അഖ്വാലും ചില വചനങ്ങളാണ്. അഥവാ നിസ്കാരത്തിലുള്ള നമ്മൾ ഉരുവിടുന്ന ഫാത്തിഹ, അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാം ഇത്യാദി വചനങ്ങൾ. ഫീലുകൾ പല ഫീലുകളുണ്ട്, റുക്കൂ ഉണ്ട്, ഇത്തിദാലുണ്ട്, സുജൂദുണ്ട്. അതുപോലത്തെ ഫീലുകളുമാണ്. മഖ്സൂസത്തുൻ പ്രത്യേകമായ, മുഫ്തതഹത്തുൻ തുടങ്ങപ്പെട്ടതായ, ബി തക്ബീരി തക്ബീർ കൊണ്ട്, അതായത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട്
തുടങ്ങപ്പെട്ടതായ. തക്ബീർ രണ്ട് തരമുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമുണ്ട്, തക്ബീറത്തുൽ ഇന്തിക്കാലുണ്ട്. സുജൂദിൽ നിന്ന് ജുലൂസിലേക്ക് പോകുമ്പോൾ ചെല്ലുന്ന തക്ബീർ ഇന്തിക്കാലിൻ്റെ തക്ബീറാണ്. അപ്പോൾ ആദ്യം കിട്ടുന്ന തക്ബീറാണ് തക്ബീറത്തുൽ ഇഹ്റാം. അങ്ങനെ ആ തക്ബീർ കൊണ്ട് തുടങ്ങപ്പെടുന്ന മുഖ്തതമത്തും ബിത്തസ്ലീം, സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്നതായ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഈ നിർവചനത്തിൽ ഉന്നയിക്കപ്പെടാറുണ്ട്. അതായത് നിസ്കാരത്തിൽ ഫെയിലും കോലും മാത്രമല്ലല്ലോ, നമ്മൾ നിയ്യത്തും വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഫീലല്ല, കൗലല്ല. അപ്പം അങ്ങനെ അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അത് എന്തുകൊണ്ട് പറഞ്ഞില്ല നിർവചനത്തിൽ? ഒരു നിർവചനമാകുമ്പോൾ അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കേണ്ടതിനെല്ലാം ഉൾക്കൊള്ളിക്കണം, പുറത്താക്കേണ്ടതിനെല്ലാം പുറത്താക്കണം. അപ്പോൾ ഈ ഒരു നിർവചനം ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യമായ നിയ്യത്തിനെ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നിർവചനം ജാമി അല്ല, ഇത് പൂർണ്ണമല്ല എന്ന് സംശയം ഉന്നയിച്ചാൽ അതിൻ്റെ മറുപടി, നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ അതൊരു ഫിഅലാണ്, അത് ഖൽബിയായിട്ടുള്ള ഒരു ഫീലാണ്. അതുകൊണ്ട് അഫ്ആലി എന്ന് പറഞ്ഞതിൽ അത് പെട്ടു, നിയ്യത്ത് പെട്ടു എന്നാണ് അതിൻ്റെ മറുപടി. ഇതാണിപ്പോൾ ഇതിൻ്റെ നിസ്കാരത്തിൻ്റെ നിർവചനം. അത് സുന്നത്താകട്ടെ ഫർദാകട്ടെ. ഇനി ഒരു വ്യക്തിപരമായി ഫർദാക്കപ്പെട്ട നിസ്കാരങ്ങൾ, കിഫായി ആയിട്ട് ഫർദാക്കപ്പെട്ട നിസ്കാരമുണ്ട്, മയ്യിത്ത് നിസ്കാരം പോലെ. എന്നാൽ വ്യക്തിപരമായി ഫർദാക്കപ്പെട്ട നിസ്കാരം എത്രയാണ്? 5 എണ്ണമാണ്. ഒരു ദിവസം 5 നിസ്കാരങ്ങളാണ് നിർബന്ധമാക്കപ്പെട്ടത്. ഇതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഏകോപനം ഉണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഒരാൾ പറയുകയാണ് 5 വക്ത് നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ ചേകനൂർ 3 വക്താണ് നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടെ അദ്ദേഹം മുർത്തദ്ദായി. അപ്പോൾ ഇസ്ലാമിൽ ഏകകണ്ഠേന അറിയപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈയക്തികമായി നിർബന്ധമാക്കപ്പെട്ടത് 5 വക്ത് നിസ്കാരമാണ്. അതിലൊന്നും ഒരാളും ചുരുക്കിയിട്ടില്ല. ഈ 5 വക്ത് നിസ്കാരങ്ങൾ നിർബന്ധമാക്കപ്പെട്ടത് എപ്പോഴാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ട് 10 വർഷവും 3 മാസവും കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രാഇൻ്റെ രാത്രിയിൽ, അഥവാ റജബിൽ നിന്ന് 27-ാം രാത്രിയാണ് ഈ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് നടത്തിയ ആ രാത്രിയിൽ ആണ് 5 വക്ത് നിസ്കാരം നമുക്ക് കിട്ടിയത്. അത് ആദ്യം 50 വക്തായിരുന്നു. അത് മൂസാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച് അങ്ങനെ 5 വക്തായി ചുരുക്കിയിട്ടുണ്ട്. ആ 5 വക്താണ് ആ സമയത്ത് നിർബന്ധമാക്കപ്പെട്ടത്. അത് എപ്പോഴാണ്, ഏത് നിസ്കാരമാണ് ആദ്യം നിർബന്ധമാക്കപ്പെട്ടത്? അത് ളുഹറാണ്. ആ ദിവസം ഇസ്രാ കഴിഞ്ഞ് പിറ്റേന്ന് ആ ദിവസത്തെ ളുഹർ മുതലാണ് നിർബന്ധമാക്കപ്പെടുന്നത്. അത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇനി ഒരു അനുബന്ധ അധ്യായമാണ് വുജൂബു സ്വലാത്ത്. സബ്ബഡിങ് ആണ് സ്വലാത്ത്. ആദ്യം സ്വലാത്ത് ആ ഒരു ഹെഡിങ്ങിൽ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ സബ്ബഡിങ് ആയിട്ടാണ് വുജൂബു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ നിർബന്ധം എന്ന് പറയുന്ന ഒരു അധ്യായം. ഈ 5 വക്ത് നിസ്കാരങ്ങൾ എല്ലാ മുസ്ലിമിൻ്റെ മേലിലും നിർബന്ധമാക്കപ്പെട്ടതാണ്. എല്ലാ മുസ്ലിമും എന്ന് പറഞ്ഞാൽ മുക്കല്ലഫായ മുസ്ലിമീങ്ങൾ, ത്വാഹിറായ മുസ്ലിങ്ങൾ. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ
പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളുകൾ. ത്വാഹിർ എന്ന് പറഞ്ഞാൽ അശുദ്ധി, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായ ആളുകൾ. അപ്പോൾ ഹൈലില്ലാത്ത സ്ത്രീകൾ, ബുദ്ധിയുള്ള ആളുകൾ, അതുപോലെ പ്രായപൂർത്തിയായ ആളുകൾ, ഇവരുടെ മേലിലാണ് ഈ 5 വക്ത് നിസ്കാരങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുള്ള എല്ലാ മുസ്ലിങ്ങളുടെ മേലിലാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എന്ന് പറയലോടുകൂടെ അടിസ്ഥാനപരമായി ഒരു കാഫിറായ ഒരാൾ, അമുസ്ലിമായ ഒരാളുടെ മേൽ നിസ്കാരം നിർബന്ധമില്ല. അവൻ മുസ്ലിമാകുമ്പോൾ, അമുസ്ലിമായി പ്രസവിക്കപ്പെട്ടു, അവൻ എന്നിട്ട് മുസ്ലിമായി, അങ്ങനത്തെ ഒരാൾക്ക് അവൻ അമുസ്ലിമായിരിക്കെ നിസ്കരിക്കാത്ത നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ നിർബന്ധമില്ല. കാരണം നിസ്കാരം നിർബന്ധം എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങളുടെ മേലാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ കുട്ടിയുടെ മേലും, കുട്ടി പ്രായപൂർത്തിയായി, ആ കുട്ടിയുടെ മേലും നിർബന്ധമില്ല. അപ്പോൾ കുട്ടിക്കാലത്ത് ആ സമയത്തുള്ള നിസ്കാരങ്ങൾ പ്രായപൂർത്തിയായാൽ വീട്ടണം എന്നില്ല. അതുപോലെ ഭ്രാന്ത് കൊണ്ട്, ബോധക്ഷയം കൊണ്ട് ബുദ്ധി പോയ ഒരാളുടെ മേലും നിസ്കാരം ഖളാ വീട്ടണ്ട. അവന് ബോധം വന്നിട്ട് ആ ബോധം പോയ സമയത്ത്, അല്ലെങ്കിൽ ഭ്രാന്തായി പോയ ആ സമയത്തുള്ള നിസ്കാരങ്ങൾ വീട്ടേണ്ടതില്ല. അതുപോലെ ഇതിപ്പോൾ നമ്മൾ മുക്കല്ലഫാണ് എന്ന് പറഞ്ഞു, മുക്കല്ലഫിൻ്റെ മേലിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ആണ് ഇവരൊക്കെ പുറത്തു പോയത്. കുട്ടി, അവൻ പ്രായപൂർത്തിയായിട്ടില്ല. അതുപോലെ ബുദ്ധിയുള്ള ആളുകൾ, മുക്കല്ലഫിൽ രണ്ടർത്ഥം വരും, രണ്ടർത്ഥം കൂടിയിട്ടുള്ള അർത്ഥമാണ്. ബുദ്ധിയുള്ള, പ്രായപൂർത്തിയായ. അപ്പോൾ പ്രായപൂർത്തിയായതിൽ സ്വബിയ് പോയി. ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞോടുകൂടെ ബുദ്ധി മറഞ്ഞ ആളുകൾ, ഭ്രാന്ത്, ബോധക്ഷയം പോലത്തെ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധി പോയ ആളുകളുടെ മേൽ ഖളാ വീട്ടൽ നിർബന്ധമില്ല. അതുപോലെ നമ്മൾ ത്വാഹിറായ ആൾ ആവണമെന്ന് പറഞ്ഞു, ശുദ്ധിയുള്ള ആളാണ്. അപ്പോൾ ഒരു ഹൈദുകാരി, മെൻസസ് ഉള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ നിഫാസുള്ള സ്ത്രീ, ഇവർ ശുദ്ധിയായാൽ ആ അശുദ്ധിയായ സമയത്തുള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടണ്ട. എന്നാൽ കുട്ടിക്ക് തമ്മീസിൻ്റെ ശേഷമുള്ള കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ സുന്നത്താണ്. തമ്മീസിൻ്റെ ശേഷം, തമ്മീസിൻ്റെ മുമ്പല്ല. അപ്പോൾ തമ്മീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഘട്ടമാവുക, അല്ലെങ്കിൽ 7 വയസ്സ് പൂർത്തിയാകുക. അപ്പോൾ 7 വയസ്സ് പൂർത്തിയായാൽ തമ്മീസായി. അതിൻ്റെ ശേഷമുള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ സുന്നത്താണ്. എന്നാൽ അതിൻ്റെ മുമ്പുള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടിയാലും ആ നിസ്കാരം ശരിയാവില്ല, സ്വഹീഹാവില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഭ്രാന്തോ അല്ലെങ്കിൽ ബോധക്ഷയം കൊണ്ട് ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടൽ സുന്നത്താണ്, നിർബന്ധമില്ല. എന്നാൽ ഹൈളി നിഫാസിൻ്റെ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ ഹറാമാണ്, സുന്നത്തില്ല, ഹറാമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ മുർത്തദ്ദായി, നമ്മൾ പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളുടെ മേലും നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പം മുസ്ലിം അല്ലാത്ത കാഫിറിൻ്റെ മേലും നിസ്കാരം നിർബന്ധമില്ല, അവൻ മുസ്ലിമായി വന്നാൽ. എന്നാൽ മുർത്തദ്ദായി, എന്നിട്ട് മുർത്തദ്ദായിട്ട് അവൻ വീണ്ടും മുസ്ലിം ആയാലും മുർത്തദ്ദായ കാലഘട്ടത്തിലുള്ള നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണോ? ഖളാ വീട്ടൽ നിർബന്ധമാണ് എന്നാണ്.
കാരണം അവൻ്റെ മുർത്തദ് എന്ന് പറയുമ്പോൾ അവന് മുസ്ലിം ആയതിന് ശേഷം ആ ഇസ്ലാം വിട്ടു പോയതോടുകൂടെ അവനിൽ നിന്നുള്ള വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീഴ്ചയെ ഇവിടെ ഉദറായിട്ട് പരിഗണിക്കുകയില്ല. അവൻ്റെ ആ രിദ്ദത്തിൻ്റെ സമയത്തുള്ള നിസ്കാരങ്ങൾ മുഴുവനും അവൻ മുസ്ലിമായി വന്നാൽ അത് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് ഒരാൾ കള്ള് കുടിച്ച്, നമ്മൾ പറഞ്ഞു ബോധക്ഷയം ഉണ്ടെങ്കിൽ, ബോധക്ഷയം എന്ന് പറഞ്ഞാൽ കള്ള് കുടിച്ചിട്ട് ബോധം പോവും, കള്ള് കുടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ലഹരി വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇവിടെ മുസന്നിഫ് അവറുകളുടെ ഇബാറത്ത് പദപ്രയോഗം വൽ മുതഅദ്ദി ബി സക്രിഹി എന്നാണ്. വൽ മുതഅദ്ദി ബി സക്രിഹി, മസ്തായി പോകൽ കൊണ്ട് പരിധി വിട്ട് കടന്നവൻ എന്നാണ് ഇവിടെ മുസന്നിഫ് പ്രയോഗിച്ചത്. അഥവാ അങ്ങനെയല്ലാത്ത ഒരാൾ, ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാളെ കള്ള് കുടിക്കാൻ നിർബന്ധിപ്പിച്ചു, നീ ഇത് കുടിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഞാനിപ്പോൾ കാച്ചിക്കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നിട്ട് അയാൾ കുടിച്ചു, അയാൾ മത്തായി പോയി, അങ്ങനെ നിസ്കരിക്കാൻ പറ്റിയില്ല. ആ സമയത്തുള്ള നിസ്കാരങ്ങൾ ഖളാ വീട്ടൽ നിർബന്ധമില്ല. കാരണം അവൻ അവൻ്റെ ആ ഒരു ബോധം പോവൽ കൊണ്ട് അവന് പരിധി വിട്ട് കടന്നവനല്ല. പരിധി വിട്ട് കടന്നവൻ എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് അവന് കള്ള് കുടിച്ചു, ലഹരി ഉപയോഗിച്ചു, ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് അവിടെ മുതഅദ്ദി ബി സക്രിഹി ആവുകയുള്ളൂ. ഇനി അതുപോലെ ചില ഓപ്പറേഷനുകൾക്ക് ബോധം കെടുത്താറുണ്ട്. അങ്ങനെ ബോധം പോയ ഒരാളുടെ ആ സമയത്തുള്ള നിസ്കാരങ്ങളും വീട്ടൽ നിർബന്ധമില്ല. കാരണം അവൻക്ക് ഓപ്പറേഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്, അത്യന്താപേക്ഷിതമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവന് പരിധി വിട്ട് കടന്നവനല്ല. അപ്പോൾ ആ സമയത്തുള്ള നിസ്കാരം നിസ്കരിക്കേണ്ടതില്ല, അതിലവൻക്ക് കുറ്റമില്ല, ഖളാ വീട്ടേണ്ടതില്ല. അപ്പോൾ ഈ അധ്യായത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ നിസ്കരിക്കാൻ പറ്റാത്ത ചില കാരണങ്ങളുണ്ടല്ലോ, അത് നീങ്ങുമ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഹുക്കുമുകൾ എന്തൊക്കെയാണ്, ഇനി പുതുതായി വന്നു നിസ്കരിക്കാൻ പറ്റാത്ത കാരണങ്ങൾ പുതുതായി വന്നു ഒരാൾക്ക്, അപ്പോൾ എന്തൊക്കെയാണ് ഹുക്കുമുകൾ, അതുപോലെ നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ ശിക്ഷ എന്താണ്, പോലത്തെ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പ്രതിപാദിക്കപ്പെടുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.